വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. അന്വേഷിക്കുക സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മരണവും. ഇന്നലെ പുറത്തുവന്ന ഉടമ്പടി രേഖയിൽ പേരുള്ള പീറ്റർ ജോർജിന്റെ മൊഴിയെടുത്തു. അനീസ് അലി വിശദാംശങ്ങൾ നൽകും. അനീസ്, രാവിലെ നമ്മൾ സംസാരിക്കുമ്പോഴും പലതരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും ഉയരുമ്പോഴും ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം തുടങ്ങിയിരുന്നില്ല. എന്ന് വെച്ചാൽ പരാതികൾ എവിടെ നിന്നും ഉയർന്നിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെടുന്നു, പീറ്ററിന്റെ മൊഴിയെടുക്കുന്നു. ഈ അന്വേഷണ സംഘം ഏതെല്ലാം വഴികളിലൂടെയായിരിക്കും നീങ്ങുക അനീസ്? പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. ഇദ്ദേഹം അന്വേഷിക്കുക പ്രധാനമായും ഈ രണ്ടുപേരുടെ ആത്മഹത്യ, അതിലേക്ക് നയിച്ച കാരണങ്ങൾ, പിന്നെ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണം നടക്കുക. എന്തായാലും വലിയ തരത്തിൽ കോടികളുടെ കോഴയാണ് ആരോപണമായി അന്തരീക്ഷത്തിലുള്ളത്. ഇതിന് വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ നിലവിൽ മുമ്പിലില്ല. അതേസമയം ഇത് അന്വേഷണത്തിലൂടെ ഉള്ളതാണെങ്കിൽ ഇപ്പോൾ തെളിവുകൾ പുറത്തു വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ പീറ്റർ ജോർജ് എന്ന് പറയുന്ന ഇന്നലെ ഈ ഉടമ്പടി രേഖയായി കരാർ പുറത്തു വന്ന അതിൽ രണ്ടാം കക്ഷിയായിട്ടുള്ള പണം കൊടുത്തു എന്ന് പറയുന്ന പീറ്റർ ജോർജിനെ പലതവണ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പോലീസിന് അദ്ദേഹം മൊഴി കൊടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അദ്ദേഹം ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന നിലയിലാണെങ്കിൽ അദ്ദേഹം ഈ പറയുന്നത് എന്റെ ഒപ്പ് തന്നെയാണ്, ഞാൻ തന്നെയാണ് അത് എഴുതിയിട്ടുള്ളത്, എന്റെ കൂടെ ഒപ്പിട്ടുള്ള ഒന്നാം കക്ഷിയായിട്ടുള്ള NM വിജയൻ, സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനായ അന്ന് DCC പ്രസിഡന്റായിരുന്ന IC ബാലകൃഷ്ണന് വേണ്ടിയാണ് പണം വാങ്ങിയത് എന്ന തരത്തിലുള്ള മൊഴി ആ കരാറിൽ ഉള്ളതുപോലെ, നമ്മൾ കണ്ട ആ കോപ്പിയിൽ ഉള്ളതുപോലെ അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് IC ബാലകൃഷ്ണൻ അടക്കമുള്ള ഇവിടെയുള്ള ജില്ലാ നേതാക്കളുടെ ഭാവിയിൽ വലിയ തരത്തിലുള്ള കരിനിഴൽ വീഴ്ത്തും. ഈ മരണത്തിലേക്ക് തന്നെ നയിച്ചത് ഇത്തരം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നതിൽ നമ്മൾക്ക് കുറെ കൂടി വ്യക്തത വരും. പക്ഷെ അദ്ദേഹത്തിന്റെ മൊഴി എന്താണ് എന്നത് ഇപ്പോഴും വ്യക്തമല്ല. IC ബാലകൃഷ്ണൻ വളരെ വ്യക്തതയോടുകൂടി പറയുന്നു, ഇത് വ്യാജ ആരോപണമാണ്, വ്യാജമായാണ് തന്റെ പേര് അങ്ങനെ ഒരു കരാറിൽ എഴുതി ചേർത്തിട്ടുള്ളത്, അങ്ങനെ ഒരു കരാറുണ്ടോ എന്നത് പോലും തനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്റെ പേരിലായിരുന്നു ഇങ്ങനെ പണം വാങ്ങിയിട്ടുള്ളതെങ്കിൽ തന്നോട് പണം നൽകുന്ന ആൾ വിളിച്ച് അന്വേഷിക്കുമല്ലോ, താങ്കൾ അറിവോടെയാണോ എന്ന്. അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. പണം നൽകിയെന്ന് പറയുന്നു, അതിനുശേഷവും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. അതിനുശേഷം DCC പ്രസിഡന്റുമാരായിരുന്ന മറ്റാരോടും അങ്ങനെ ഒരു പരാതിയുമായി ഒരാളും വന്നിട്ടില്ല എന്നാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷംസാദ് മരക്കാട്ടിൽ ഫോൺ ലൈൻ ചേരുന്നു.